ഏകദേശം 25,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന LVയുടെ ഇമാജിനേഷനുമായിട്ടാണ് ഈ പെർഫ്യൂമിനെ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു പെർഫ്യൂമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. ഇതിനെ തനിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മറ്റൊരു പെർഫ്യൂം വാങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് അതിന് പകരക്കാരനായിട്ട് വാങ്ങുന്ന ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ വാങ്ങരുത്, നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഈ ഒരു വിലയ്ക്ക് നമുക്ക് വർത്താണോ നമ്മൾ കൊടുക്കുന്ന ഒരു മൂല്യത്തിന് റിവ്യൂ ചെയ്യുന്നത് ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ ഫ്രഞ്ച് ടൊബാക്കോ. ഈ പെർഫ്യൂം ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതൊരു ഫ്രഷ് പെർഫ്യൂമാണ്. ഇത് LVയുടെ ഇമാജിനേഷൻ്റെ DNA വരുന്നതാണ്. ആ സെയിം സ്മെല്ലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ക്ലോൺ ആണെന്ന് ചോദിച്ചാൽ ക്ലോൺ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും സെയിം സ്മെൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള LV വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ വില വരുന്നത്. അവസാനം ഞാൻ പറയാം. അപ്പോൾ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഫ്രഷ് പെർഫ്യൂമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന DNA ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, സ്നിഫ് ചെയ്തിട്ടേ ഇല്ല. ബോക്സിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞ പോലെ ഒരു ടൊബാക്കോയുടെ അല്ലെ സിഗാറിൻ്റെ, മെക്സിക്കൻ സിഗാറൊക്കെ പോലെയുള്ള മെയ്ഡ് ഇൻ കേസ്. ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ ബോക്സിനെ കുറിച്ച് പറയാൻ. ഞാൻ പറഞ്ഞൊരു സിഗരറ്റിൻ്റെ ഒരു സ്റ്റൈലിലാണ് ബോക്സിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. 200 ml ആണ്. എക്സ്ട്രേറ്റ് പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ കൂടുതലാണ്. അത് പൊട്ടിച്ചു നോക്കാം. അത് വേണ്ട. ഓക്കെ, ഇവിടെ ഇബ്രാഹിം അൽ ഖുറൈഷി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോക്സും ബോട്ടിലും ഒക്കെ വരുന്നത്. ഫ്രഞ്ച് ടൊബാക്കോ കൊള്ളാം. ബോട്ടില് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. ഇവിടെ അവരുടെ ലോഗോ കാണാം. ഇതിൽ മെറ്റലാണെന്ന് തോന്നുന്നു. മെറ്റലാണോ പ്ലാസ്റ്റിക് ആണോ? ഇവിടെയും നമ്മുടെ കരോലിന ഹെരേരയൊക്കെ പോലെ കട്ടിയുള്ള പ്ലാസ്റ്റിക്, പുറമേ മെറ്റൽ. ഇത്രയാണ് ബോട്ടിലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിതിൻ്റെ നോട്ട്, ഇത് ബേസിക്കലി ഒരു സിട്രസ്, ഫ്രഷ് സ്പൈസി, ഫ്രഷ് ഫ്രൂട്ടി. അപ്പോൾ നമ്മുടെ ഈ ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു DNA ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് നോട്ടിൽ പറയുന്നത് മാൻഡറിൻ, ബ്ലഡ് ഓറഞ്ച്, ഗ്രീൻ ആപ്പിൾ. മിഡിൽ നോട്ടിൽ ജിഞ്ചർ, നെറോലി, സിനമൺ, ടൊബാക്കോ. ബേസ് നോട്ടിൽ വരുമ്പോൾ ലെമൺ ഗ്രാസ്, ഫ്രാങ്കിൻസൻസ്, വൈക്ക് വുഡ്, ഐറിസ്. എല്ലാം അടിപൊളി നോട്ടാണ്. ഇപ്പോൾ ടോപ്പ് നോട്ടിൽ തന്നെ മാൻഡറിൻ ഓറഞ്ചും ബ്ലഡ് ഓറഞ്ചും ഗ്രീൻ ആപ്പിളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോട്ടുകളാണ്. ഇത്രയാണ് നോട്ടിനെ കുറിച്ച് പറയാൻ. ട്രൈ ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം, അടിപൊളി കേട്ടോ, സൂപ്പർ, അടിപൊളി മണം. ഇത് തനി ഈ പറഞ്ഞ നാരങ്ങയുടെയും ബ്ലഡ് ഓറഞ്ചിന്റെയും മാൻഡറിൻ ഓറഞ്ചിന്റെയും ഈ ഇഞ്ചിയുടെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ജ്യൂസ്. അത് തന്നെ. ഒപ്പം നാരങ്ങ, ലെമൺ ഗ്രാസ് അല്ലേ, അതിൻ്റെ ഒരു തണ്ട്, നാരങ്ങയുടെ തണ്ട് ചതയ്ക്കുമ്പോൾ ഉള്ളൊരു മണവും. വളരെ റോ ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വാങ്ങുക. ഇതിൻ്റെ മിഡിൽ നോട്ടും ബേസ് നോട്ടും ഒന്നും പറയാറായിട്ടില്ല, കാരണം ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ ഞാൻ അടുത്ത ഭാഗത്ത് ഞാൻ പറയാം. ഇന്നലെ ഞാൻ ട്രൈ ചെയ്തു, രാവിലെയും രാത്രിയൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ എനിക്കുണ്ട അനുഭവമാണ് പറയാനുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്നുകൂടി ഒന്ന് അടിച്ചു നോക്കാം. ഞാനൊരു കാര്യം പറയാം. ഞാൻ അടുത്ത കാലത്ത് ട്രൈ ചെയ്തതിൽ ഇത്രയും മികച്ച രീതിയിൽ ഒരു നാരങ്ങയുടെ മണം, ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട്, അതെ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാരങ്ങ പിഴിഞ്ഞാറുള്ള മണം. അത് നിങ്ങൾ ഏത് പെർഫ്യൂമിൽ ട്രൈ ചെയ്തിട്ടും കിട്ടാത്ത വളരെ റോ ആയിട്ടുള്ള നാരങ്ങ, എക്സാക്റ്റ് നാരങ്ങ കട്ട് ചെയ്യുമ്പോഴുള്ള എക്സാക്റ്റ് സ്മെല്ലാണ് ഓപ്പണിങ് കിട്ടുന്നത്. നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും മണം ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. നമുക്ക് എപ്പോഴും എനർജി തരുന്ന ഒരു മണം. ഒരു യാത്ര ചെയ്തിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിരിക്കും. പെട്ടെന്നൊരു ഷാർജ് കുടിക്കാനല്ല തോന്നുന്നത്, അല്ലേ? ഷാർജ് ഒരു ഷേക്ക് കുടിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു നാരങ്ങ വെള്ളം, ഉപ്പും നറുനീട്ടിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിരിക്കും പലപ്പോഴും താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള, വളരെ എനർജി തരുന്നത്, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത്. ആ നാരങ്ങയും ഞാൻ പറഞ്ഞ നാരങ്ങ ഇല, നാരങ്ങയേക്കാൾ നാരങ്ങയുടെ ഇലയ്ക്കാണ് കൂടുതൽ ഷാർപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു നാരക ഇലയുടെയൊക്കെ ഒരു മണവും നാരങ്ങയും പച്ച നിറത്തിലുള്ള, പഴുത്ത നാരങ്ങയല്ല, പച്ച നിറത്തിലുള്ള
നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒരു മണവും, അതുപോലെ ബ്ലഡ് ഓറഞ്ച് ആ ഒരു നമുക്കത് ഇവിടെ നാട്ടിൽ അധികം കിട്ടിയിട്ടില്ല എങ്കിലും നമുക്കൊരു ഓറഞ്ചിൻ്റെ ഒരു മണം, ഒരു പ്രത്യേകതരം സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് അല്പം ഡാർക്കും കൂടെ ആയിട്ടുള്ള, ഡാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അധികം പഴുത്തിട്ടില്ലാത്ത ഓറഞ്ചും ഞാൻ ഈ പറഞ്ഞ നാരങ്ങയും, ഒപ്പം ഇഞ്ചി ഇടികളിലിട്ട് ഇടിച്ച് ചതയ്ക്കുമ്പോൾ കിട്ടുന്ന ചാറൊക്കെ ചേർത്തിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള എസൻസ് ആണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. ഇത്രയും പിടി കിട്ടിയോ? നാരങ്ങയും ഇഞ്ചിയും ഓറഞ്ചും ഇട്ട് തല്ലി പിഴിയുമ്പോൾ കിട്ടുന്ന മണം അത് തന്നെ, വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതാണ് ഇതിന്റെ ടോപ്പ് നോട്ടിൽ വരുന്ന മണം. ഇതിനകത്ത് കുറേ നോട്ടുകൾ തൊട്ട് താഴോട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ പറഞ്ഞ മണം തന്നെയായിരിക്കും. പിന്നെ നെരോളിയുടെ ആ ഒരു ഹെർബൽ നോട്ടും ഒക്കെ ചേർന്നിട്ട് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു അൾട്രാ ഫ്രഷ് പെർഫ്യൂം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫ്രഷ് പെർഫ്യൂംസ് തന്നെയാണ് കൂടുതലും താല്പര്യം. ഡാർക്ക് എനിക്ക് അത്ര വർക്കൗട്ട് ആവാറില്ല, പ്രത്യേകിച്ച് ഈ തലവേദന, സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒട്ടും പറ്റാത്ത നോട്ടുകളാണ് ഡാർക്ക് ആയിട്ടുള്ള മണങ്ങൾ. ഫ്രഷ് പെർഫ്യൂംസ് എത്ര വേണമെങ്കിലും അടിക്കാം. ഒരു 15 സ്പ്രേയോ 20 സ്പ്രേ അടിച്ചാൽ പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ചില ഫ്രഷ് പെർഫ്യൂമിൽ ചില നോട്ടുകൾ, ഉദാഹരണത്തിന് മെറ്റാലിക് നോട്ട് വരുന്നത്, ചില തരത്തിലുള്ള ഓക്മോസിന്റെ നോട്ട്, പിന്നെ അങ്ങനെ കുറച്ചും ഇപ്പം കലോണെ പോലുള്ള നോട്ടുകൾ, ഇത്തരം നോട്ടുകൾ ചിലർക്ക് ഒരു തരം തലവേദനയോ അല്ലെങ്കിൽ ആംബ്രോക്സിൻ, ചിലർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത ഒരു പെർഫ്യൂം. ഇതിനകത്ത് ടൊബാക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് അതിനകത്ത് ഒരു ടൊബാക്കോ നോട്ടും ഇല്ല. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പുകയിലയുടെയോ ഡാർക്കായിട്ടുള്ളതുമായിട്ടുള്ള ഒരു മണവും കാര്യങ്ങളില്ല. ഈ പറഞ്ഞ പോലെ ഫ്രഷ് പെർഫ്യൂം, ഫ്രഷ് മണം തന്നെ ആയിരിക്കും മുഴുവനും. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെയും ഞാൻ ഈ പറഞ്ഞ 3 നോട്ടും അതേപടി നിലനിർത്തും. ഇടയിൽ കൊടുത്തിട്ടുള്ള സിനമന്റെ നോട്ടോ, ടൊബാക്കോയുടെ നോട്ടോ, ഐറിസിന്റെ നോട്ടോ, പിന്നെ ഈ ഫ്രാഗ്രൻസ് കുന്തിരിക്കത്തിന്റെ പോലത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നോട്ടുകൾ ഒന്നും തന്നെ കിട്ടില്ല. കൂടുതൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നാരങ്ങയിലയും നാരങ്ങയും ഇഞ്ചിയും ഓറഞ്ചൊക്കെ ഒരു ജാറിലിട്ട് അടിച്ച് പിഴിക്കുമ്പോൾ ആ ഒരു മണം അത് തന്നെയാണ്. അത് ഞാൻ പുറത്ത് കുറച്ച് പുതിനയിലേക്ക് ഇടുമ്പോൾ ഉള്ള ഒരു തരം കൂടുതൽ റിഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരും. അതാണ് ഈ പെർഫ്യൂം മുഴുവനുള്ളത്. പ്രത്യേകിച്ച് വേറൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്കിനത് കിട്ടത്തില്ല. അപ്പോൾ അത്രയും നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ഫ്രഷ് പെർഫ്യൂം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പെർഫ്യൂം. ഏകദേശം 25,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന LVയുടെ ഇമാജിനേഷനുമായിട്ടാണ് ഈ പെർഫ്യൂമിനെ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു പെർഫ്യൂമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. ഇതിനെ തനിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മറ്റൊരു പെർഫ്യൂം വാങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് അതിന് പകരക്കാരനായിട്ട് വാങ്ങുന്ന ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ വാങ്ങരുത്, നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഈ ഒരു വിലയ്ക്ക് നമുക്ക് വർത്താണോ, നമ്മൾ കൊടുക്കുന്ന ഒരു മൂല്യത്തിന് ഉള്ളതുണ്ടോ, പെർഫോമൻസ് ഉണ്ടോ, മണം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എല്ലാറ്റിനുപരി അടുത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മണങ്ങളാണോ, ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതാണോ, അല്ലാതെ 30,000 രൂപ വില വരുന്ന പെർഫ്യൂം വാങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത് വാങ്ങി, അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നമുക്ക് അത് വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ കിടക്കും. നമുക്കുള്ളതിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവത്തില്ല. അപ്പം ആ ഒരു കാഴ്ചപ്പാട് കൂടി കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, 25,000 രൂപ വില വരുന്ന പെർഫ്യൂമും നമ്മൾ അതിൽ താഴെ വരുന്ന ഒരു പെർഫ്യൂമുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതിന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ വിലയിൽ ഉള്ള മറ്റു പെർഫ്യൂമായിട്ട് കമ്പയർ ചെയ്തതായിരിക്കും ഉചിതം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതിന് LV ആയിട്ടൊന്നും കമ്പയർ ചെയ്യില്ല. ഇപ്പം റോൾസ് റോയ്സ് വാങ്ങാൻ ബഡ്ജറ്റ് ഉള്ളവൻ അത് വാങ്ങട്ടെ, ഇന്നോവ വാങ്ങാൻ ബഡ്ജറ്റ് ഉള്ളവൻ ഇന്നോവ വാങ്ങട്ടെ. ഇന്നോവയും റോൾസ് റോയ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെർഫ്യൂമായിട്ട് മാത്രം കണ്ട് നിങ്ങൾ വാങ്ങുക. അപ്പോൾ പലരും എന്നോട് ചേട്ടാ എനിക്ക് LV വാങ്ങാൻ പറ്റില്ല, ഇതെങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കേ വേണ്ട. ഇപ്പോൾ LV തന്നെ അടിച്ച് നടക്കണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. ബഡ്ജറ്റ് ഉള്ളവൻ അത് വാങ്ങട്ടെ. LV വാങ്ങാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ വില കൂടിയ പെർഫ്യൂം വാങ്ങാൻ പൈസ ഉള്ളവൻ അവനത് താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങണം, അവർക്ക് വാങ്ങാം, പ്രശ്നമില്ല. പക്ഷെ ഇല്ലാത്ത ഒരാൾ ഇത് വാങ്ങിയിട്ട് എനിക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് അതിന് അത് വാങ്ങിയാൽ മതിയായിരുന്നു, ഇത് പോരാ, അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്, പെർഫ്യൂമിൽ നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്ടേഷൻ വെക്കരുത്. ചില ആൾക്കാരിൽ നമ്മളിങ്ങനെ പ്രതീക്ഷ വെക്കില്ലേ, അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ മനുഷ്യരിലും പ്രതീക്ഷ വെക്കുന്ന പോലെ ഈ പെർഫ്യൂമിൽ അങ്ങനെ പ്രതീക്ഷ വെക്കരുത്. കാരണം അത് മാറാം. നമ്മളൊരു നോട്ട് കണ്ടിട്ട് ഒരു പെർഫ്യൂം ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ കിട്ടുമ്പോൾ ആ ഒരു നോട്ട് തന്നെ ആവണമെന്നില്ല, നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച തരത്തിലുള്ള മണം ആയിരിക്കില്ല കിട്ടുക. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാവാതെ വരും. ഇത് കൂടുതലും ബാധിക്കുന്നത് ഫ്രഷ് പെർഫ്യൂമാണ്. കാരണം ഫ്രഷ് പെർഫ്യൂം അധികം നേരെ ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ കുറേ കാഴ്ചപ്പാടുണ്ട്, അതിന് പുറമെ
ഫ്രഷ് പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാതെയും കൂടി വരുമ്പോൾ നമുക്ക് പിന്നെ അതിനോടൊരു താല്പര്യം കുറയും, ടെൻഷനാവും, ഉപയോഗിക്കാൻ തോന്നാത്ത അവസ്ഥ വരും, നമുക്കത് ഉപയോഗിക്കാനോ തോന്നാത്ത രീതിയിലായി മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫ്രഷ് പെർഫ്യൂമിന് ഒരു എക്സ്പെക്ടേഷൻ വെക്കുക, അത് ഇത്ര നേരമേ ലാസ്റ്റ് ചെയ്യൂ, 8-9 മണിക്കൂറൊക്കെ നിൽക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടെടുത്ത് മാറ്റുക. ഇപ്പോൾ ഒരു 3 മണിക്കൂർ, 3.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ മാക്സിമം എനിക്ക് നിന്നാൽ മതി, 4 മണിക്കൂറിന് ശേഷം ഞാൻ ടോപ്പ് അപ്പ് ചെയ്യാം എന്ന ചിന്താഗതിയോട് കൂടിയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഫ്രഷ് പെർഫ്യൂമും നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും. അല്ലാതെ ഇപ്പം ഇംഗ്ലീഷുകാരുടെ റിവ്യൂ കണ്ടിട്ട് അവർ അവിടുത്തെ കാലാവസ്ഥയിൽ ഇരുന്നിട്ട് ചെയ്ത വീഡിയോ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഈ ചുട്ടുപഴുത്ത കാലാവസ്ഥയിൽ അടിച്ചിട്ട് അയ്യോ എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സത്യമാണ്. ഓക്കെ, അപ്പൊ ഇത്ര എനിക്ക് പറയാൻ തോന്നി. ചിലരൊക്കെ പറയുന്ന കാര്യമാണ് ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചാണ് കൂടുതലും ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നത്. ഈ പെർഫ്യൂമിന്റെ കാര്യത്തിലേക്ക് വരാം. ഇതിന്റെ ലോങ്ജിവിറ്റി ഞാൻ ഷർട്ടിൽ എനിക്ക് 6 മണിക്കൂറാണ് കിട്ടിയത്. ഞാൻ എത്ര സ്പ്രേ ഉപയോഗിച്ചു? 8 സ്പ്രേ അടിച്ചു. 8 സ്പ്രേ അടിച്ചപ്പോൾ എനിക്ക് 6 മണിക്കൂർ കിട്ടി. 6 മണിക്കൂറിൽ 2-2.5 മണിക്കൂറോളം സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. നന്നായിട്ട് മണം പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഒക്കെ ഈ മണം വരും. 2.5 മണിക്കൂറിന് ശേഷം ഈ മണം നമ്മുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് ഇതിന്റെ ഓറ ഒന്ന് ചുരുങ്ങും. അതിനുശേഷം പിന്നീട് മണം ഉണ്ടാവും. എന്താ പറയുക, ഒരു നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന മറ്റു മണങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവില്ല, വിയർപ്പിന്റെ നാറ്റം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു മണം ഷർട്ടിലുണ്ടാവും. ആ രീതിയിലേക്ക് അത് കുറഞ്ഞു വരും. അപ്പൊ ആദ്യത്തെ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനും സിയാഷ് സെൻ ക്ലൗഡ് രൂപപ്പെടുന്നുണ്ട്. കോംപ്ലിമെന്റ് കിട്ടുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടുന്ന തരത്തിലുള്ള പെർഫ്യൂമാണ്. കാരണം ഇതിന്റെ DNA എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന DNA ആണ്. ഞാൻ പറഞ്ഞ നാരങ്ങയും ഓറഞ്ചും ഇഞ്ചിയും ഒക്കെ ചേർത്ത് വരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും, യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല. 200 ml ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. ഓക്കെ, ഇനി ഇതേത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യണം? ഞാൻ പറയുന്നത് ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം, ഏത് കാലാവസ്ഥയിലും. ഇനി ഇത് ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കണം? കോളേജിൽ പോകുന്നവർക്ക് ഉപയോഗിക്കാം, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക്, മണിക്കൂറുകളോളം ഫീൽഡിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക്, പിന്നെ വർക്കൗട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക്, പിന്നെ എപ്പോഴും തുടരെ യാത്ര ചെയ്യുന്നവർ, ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ, അങ്ങനെ ഇവർക്കൊക്കെ പറ്റിയ പെർഫ്യൂമാണ്. പക്ഷേ ഓഫീസിലിരിക്കുമ്പോൾ കിട്ടുന്ന ലോങ്ജിവിറ്റിയും ലാസ്റ്റും പുറത്ത് വെയിലത്ത് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കരുത്. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയൊരു ഡീക്കൻ്റ് ആക്കി കൊണ്ടു നടക്കുന്നത് ഉചിതമായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു പെർഫ്യൂം വർത്താണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തരത്തിലുള്ള തലവേദനയോ അസ്വസ്ഥതകളോ ഒന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള മണം, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മണമാണ്. നിങ്ങൾ വലിയ ഓഹോ രീതിയിലല്ല നിങ്ങൾ സമീപിക്കരുത്. അത്ര വലിയ സംഭവം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട. എക്സ്പെക്ടേഷൻ ലെവൽ സ്വല്പം താഴെ വെച്ചിട്ട് നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾക്ക് അബ്സല്യൂട്ടായിട്ട് വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. ഏത് കാലാവസ്ഥ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ലേഡീസിന് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് പെർഫ്യൂംസ്, ഫ്രഷ് മണം ഇഷ്ടമില്ലാത്ത ഗേൾസ് ആരാ ഉള്ളത്? എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും അണിഞ്ഞൊരുങ്ങി ക്ലീൻ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. പുകയിലയുടെയും അല്ലെങ്കിൽ സ്പൈസസിന്റെ മണത്തിനേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് ചായ ഉള്ളത് എപ്പോഴും ഫ്രഷ് നോട്ടുകളോടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലേഡീസിന് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയോട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, ആരൊന്നും പറയില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം യൂണിസെക്സ് ആണെന്ന് ഞാൻ പറയും. അല്പം പെർഫ്യൂമിൽ അങ്ങനെ ക്യാരക്ടർ ഒന്നുമില്ല. യൂണിസെക്സ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വില ഏകദേശം 200 ml 7,000 രൂപ അടുപ്പിച്ചാണ് വില വരുന്നത്. ട്രൈ ചെയ്തിട്ട് വാങ്ങണം എന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം. ഈ പെർഫ്യൂം ഇപ്പം ഉദാഹരണത്തിന് വെർസാച്ചെ പവർ ഹോം, പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കാണിച്ച ഈ ഒരു പെർഫ്യൂമായിട്ടൊക്കെ ഒന്ന് ലെയർ ചെയ്തടിച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ മണമായിട്ട് മാറും. ഈ പെർഫ്യൂമായിട്ട് ഞാൻ ഇത് ലെയർ ഒന്ന് അടിച്ചു നോക്കി. എനിക്ക് പറയാൻ വാക്കുകളില്ല, അടിപൊളി. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 7,000 രൂപ 200 ml. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ പറയാം. താങ്ക്സ് സോ മച്ച്.